ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ജ്യോതിർലിംഗങ്ങൾ വിശിഷ്ടതയാർന്ന ശിവ ഉപാസന സ്ഥാനങ്ങളാണ്. വിശിഷ്ടതയാർന്ന എന്ന് പറയുന്നത് സാമാന്യമായി മറ്റ് സ്ഥാനങ്ങളിൽ നിത്യനൈമിത്തികങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് അവിടുത്തെ തേജസ്സും അവിടുത്തെ ചൈതന്യ പ്രസരണവുമൊക്കെ സംഭവിക്കുന്നു. എന്നാൽ ജ്യോതിർലിംഗങ്ങളിൽ നമ്മൾ മാനിച്ചു പോരുന്നത് അതിൻ്റെ ജ്യോതിസ് ഒരിക്കലും അണയാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് ബാഹ്യമായി തകർക്കപ്പെട്ടാൽ പോലും ആ ജ്യോതിർലിംഗ സ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണത്, നമ്മുടെ വിശ്വാസമാണ്. ആ ദൃഷ്ടിയിലാണ് നമ്മൾ ജ്യോതിർലിംഗങ്ങളെ കാണുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സൗരാഷ്ട്രത്തിലെ സോമനാഥം എടുക്കുക. സോമനാഥം എത്ര പ്രാവശ്യം തകർക്കപ്പെട്ടു എന്ന് പറയാൻ വയ്യ, അത്രയ്ക്കധികം തകർക്കപ്പെട്ടു. അതിൽ അവസാനത്തതൊക്കെ പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. ആദ്യം കൊള്ളയടിക്കാൻ തകർത്തു, പിന്നെ അപമാനിക്കാൻ തകർത്തു, കീഴടക്കാൻ തകർത്തു, പലതിന് തകർത്തു. അപ്പം അത്യന്തം ദുഷ്ടജനസ്പർശമുണ്ടായിട്ടും അത്യന്തം നികൃഷ്ടഭാവത്തിൽ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് അവിടെ തന്നെ വീണ്ടും പണിതു? അതാണ് സ്ഥാനമഹിമ. അത് സ്ഥാനമഹിമയാണ്. ആ സ്ഥാനമഹിമയാണ് ജ്യോതിർലിംഗങ്ങൾക്ക് നമ്മൾ പ്രധാനമായിട്ട് മാനിക്കുന്നത്. 12 ജ്യോതിർലിംഗങ്ങൾക്കും ആ ഒരു മഹിമ നമ്മൾ മാനിക്കുന്നുണ്ട്.